നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഒരു സംശയവും വേണ്ട, ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഭാവി അത്ര ശോഭനമല്ല. ഏറ്റവും ചുരുങ്ങിയത് വെസ്റ്റ് ഇൻഡീസിലെങ്കിലും. ഇന്നലെ ഹർഷ ബോഗലെ ഇട്ടൊരു ട്വീറ്റുണ്ട്. അതിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ്: ക്യൂൻസ് പാർക്ക് ഓവലിൽ ഞാൻ ഇതിനു മുമ്പും കളി കണ്ടിട്ടുണ്ട്. അവിടെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള സ്പെക്ടറ്റേഴ്സ്, ആരാധകർ നിറഞ്ഞു നിൽക്കുമ്പോൾ അതൊരു കാഴ്ച തന്നെയാണ് ആ സ്റ്റേഡിയം. ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് മത്സരം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്നറിയോ? കാണികളേക്കാൾ കൂടുതൽ ആളുകൾ കളിക്കാരായിട്ടുണ്ട്. ദാറ്റ് ഈസ് സം സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. അതായത് കളിക്കളത്തിലുള്ള താരങ്ങൾ 11 പേര് ഫീൽഡർമാരായിട്ടും 2 പേര് ബാറ്റർമാരായിട്ടും പിന്നെ അമ്പയർമാരൊക്കെ ആയിട്ട് കളിക്കളത്തിലുള്ള ആളുകളുണ്ടല്ലോ, അവരാണ് കാണികളായിട്ട് ആ സ്റ്റേഡിയത്തിലുള്ളതിനേക്കാൾ കൂടുതലെന്ന് പറയുമ്പോൾ എത്രത്തോളം ഈ ടെസ്റ്റ് മത്സരത്തോട് കരീബിയൻ ജനത അകന്നു കഴിഞ്ഞു എന്നത് സൂചിപ്പിക്കുന്നതാണത്. ക്രിക്ബസ് ഇതെടുത്തിട്ട് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു: വറിയിങ് സൈൻസ് ഇൻഡീഡ് ഫോർ ടെസ്റ്റ് ക്രിക്കറ്റ് ഇൻ കരീബിയൻ മണ്ണിലെ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഭാവി തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്നതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ്, നമുക്കറിയാമത്. പിന്നെ ഒരു ഇംഗ്ലണ്ടിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുമൊക്കെ ടെസ്റ്റിന് ആരാധകർ തിങ്ങി നിറയുന്ന പോലെ മറ്റുള്ളിടങ്ങളിൽ അങ്ങനെ ആളുകൾ കൂടാറില്ല. പക്ഷേ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു കാലത്ത് ക്രിക്കറ്റിൻ്റെ വല്ലാത്തൊരു തട്ടകമായിരുന്ന ആ നാട്ടിലിപ്പോൾ പതിയെ ആളുകൾ കളി കൈവിടുകയാണ്. 2020 കുറച്ച് ആളുകൾ ഇപ്പോഴും ഉണ്ട്, പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ അവസ്ഥ ഇതാണ്. ഏതായാലും കളിക്കളത്തിൽ അത്ര മോശം പ്രകടനമല്ല. ആദ്യ ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസ് ജയിച്ചിരുന്നു. രണ്ടാം ടെസ്റ്റിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഫൈറ്റ് ബാക്ക് ചെയ്യുന്നു. ഇനി എന്താവും എന്നുള്ളത് കണ്ടറിയണം. രണ്ടാം ടെസ്റ്റ് ഇപ്പം ഇന്നലത്തെ ആ ഒരു സ്റ്റംസിൻ്റെ ഒരു സമയത്തുള്ള, അതായത് ഡേ 3 മൂന്നാം ദിവസം അവസാനിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ഇന്നിങ്സിൽ 6 വിക്കറ്റ് 103 എന്ന രൂപത്തിലാണ്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് ആദ്യ ഇന്നിങ്സിൽ 344 റൺസ് അടിച്ചിരുന്നു. അതിനുശേഷം പാകിസ്ഥാൻ്റെ ഇന്നിങ്സിൽ അവർ 387 റൺസാണ് അടിച്ചത്. വെസ്റ്റ് ഇൻഡീസിൻ്റെ ആദ്യ ഇന്നിങ്സിൽ എടുത്തു പറയാനുള്ള പ്രകടനം ജസ്റ്റിൻ ഗ്രീവ്സിൻ്റെ 73ഉം റോസ്റ്റൻ ചേസിൻ്റെ 70ഉമായിരുന്നു. ആ സമയം മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് അബ്ദുള്ള ഷഫീഖിൻ്റെ കിടലൻ ഇന്നിങ്സ് ഉണ്ടായിരുന്നു. മനോഹരമായ ഇന്നിങ്സ് ആയിരുന്നു. 323 പന്തുകൾ നേരിട്ട് 160 റൺസുമായിട്ട് അദ്ദേഹം പുറത്താകാതെ നിന്നു. അതുപോലെ തന്നെ ബാബർ അസം ഒരു സെഞ്ചുറിയിലേക്ക് പോകുന്നതെന്ന് തോന്നിയതാണ്, പക്ഷേ അൺഫോർച്യുനേറ്റ്ലി റൺഔട്ടായി. 88 റൺസാണ് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവർ ആ ഒരു ലീഡൊക്കെ പിടിക്കുന്നത്, 387 റൺസ് അടിക്കുന്നത്. രണ്ടാം ഇന്നിങ്സിൽ പക്ഷേ വെസ്റ്റ് ഇൻഡീസിന് കാര്യങ്ങൾ അത്ര ശുഭകരമായിട്ടല്ല പോകുന്നത്. 4 വിക്കറ്റ് എടുത്തുകൊണ്ട് സാജിദ് ഖാൻ അവർക്ക് വലിയ പ്രഹരമേൽപ്പിച്ചു. അലി ഉസ്മാൻ 2 വിക്കറ്റുകളും വീഴ്ത്തിയപ്പോൾ ഇപ്പോൾ 103-6 എന്ന രൂപത്തിലാണ് വെസ്റ്റ് ഇൻഡീസ് നിൽക്കുന്നത്. ജസ്റ്റിൻ ഗ്രീവ്സ് 1 റൺസുമായിട്ട് ക്രീസിലുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം. ബാക്കി നാളെ കളി പുനരാരംഭിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നമുക്ക് ഇന്ത്യൻ സമയം കളി പുനരാരംഭിക്കുമ്പോൾ എന്തായാലും വെസ്റ്റ് ഇൻഡീസ് ഒരു ഫൈറ്റ് കൊടുക്കും എന്ന് തന്നെ കരുതണം. എന്തായാലും കളി അവിടെ വാശിയോടുകൂടി തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ആരാധകർ കൈവിട്ട് കഴിഞ്ഞു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.